ഹലോ വെൽക്കം ടു ജിത്ത വീഡിയോ ലൈറ്റ്സ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് കിച്ചൺ ജോലികൾ എളുപ്പമാക്കാൻ പാകത്തിന് കുറച്ച് പ്രൊഡക്ട്സ് നിങ്ങളെ പരിചയപ്പെടുത്താനാണ്. ഞാൻ ഇതിന് മുന്നേയും ഇതുപോലെ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് നല്ലൊരു കമന്റ് സെക്ഷൻ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആസ് എ ബിഗിനർ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അങ്ങനെ കുറെ ആളുകൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് അതിന്റെ ഒരു പാർട്ട് 2 പോലെ തന്നെ കുറച്ച് സാധനങ്ങൾ കൂടി എനിക്ക് നിങ്ങളെ അന്ന് പരിചയപ്പെടുത്താൻ പറ്റാതെ പോയത് കുറച്ച് സാധനങ്ങൾ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള കുറച്ച് പ്രൊഡക്ട്സ് അതും നിങ്ങളുടെ കിച്ചണിൽ നിങ്ങൾ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജോലികൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ ഒരു പാത്രമാണ്. ആക്ച്വലി നിങ്ങൾ നോക്കുമ്പോൾ ഇത് 3 പാത്രങ്ങളുണ്ട്. ജസ്റ്റ് നമ്മൾ ഇങ്ങനെ ഒരു പാറ്റേണിലാണ് അത് അറേഞ്ച് ചെയ്യുക. എന്താണ് ഇതിന്റെ പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇഡ്ഡലി പാത്രത്തിനകത്ത് നമുക്ക് ഈ ഒരു 3 പാത്രങ്ങൾ ഇറക്കി വെക്കാൻ പറ്റും. ഇറക്കി വെച്ചതിന് ശേഷം നിങ്ങൾക്ക് മുട്ടയും പഴവും അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഒരേ സമയത്ത് നിങ്ങൾക്ക് കുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന പാകത്തിനുള്ള 3 പാത്രങ്ങളാണ്. നിങ്ങളുടെ ഇഡ്ഡലി പാത്രത്തിനനുസരിച്ചിട്ടുള്ള അളവിൽ നിങ്ങൾക്കിത് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് 2 ജോലിയില്ല. ഇപ്പം മുട്ട പുഴുങ്ങണം അല്ലെങ്കിൽ ഏത്തപ്പഴം പുഴുങ്ങണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റ സ്ട്രെച്ചിൽ ആ ഒരു ജോലി അങ്ങ് കഴിഞ്ഞു കിട്ടും. നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത് ഈ ഒരു സാധനമാണ്. ഇത് നിങ്ങൾക്ക് പലർക്കും കണ്ടുപരിചയം ഉണ്ടാവാം, ചിലർക്ക് ഇതിന് ഒട്ടും പരിചയം ഇല്ലാത്തവരും ഉണ്ടാവാം. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. വൃത്തിയാക്കേണ്ടുന്ന മീനുകളൊക്കെ കൊണ്ടുവന്നാല് കുറെ പാടാണല്ലോ, ഈ പിച്ചാത്തി വെച്ച് ഇങ്ങനെ ചിരകി അതൊക്കെ കളയണം എന്നുള്ളത്. അപ്പം അതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിഷ് പീലറാണിത്. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ നൈഫിന് പകരം നമുക്കിത് നന്നായിട്ട് നൈസായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇവിടെ ഫിഷ് ഒക്കെ കൊണ്ടുവരുന്നത് നോർമലി വൃത്തിയാക്കിയിട്ട് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തിട്ടാണ് ഫിഷ് ഒക്കെ കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഡെമോ കാണിച്ചു തരുമായിരുന്നു. പക്ഷേ ഇത് വർക്കിംഗ് ആണ്. ഞാൻ നേരത്തെ ഒക്കെ കട്ട് ചെയ്യാത്ത ഫിഷ് ഒക്കെ വാങ്ങിക്കുന്ന സമയത്ത് എനിക്കിത് ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട്. നമ്മളിങ്ങനെ കുറെ ഈ കട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഇതിങ്ങനെ പീൽ ചെയ്തെടുക്കുന്ന ടൈമിൽ നമുക്ക് കുറച്ചൊക്കെ ദേഹത്തേക്ക് തെറിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിലുള്ള പില്ലേഴ്സ് ഇപ്പൊ അവൈലബിൾ ആണ്. അതായത് ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഒരു മുകളിലേക്ക് ഒരു അടപ്പ് പോലെ വന്നിട്ട് അതിങ്ങനെ കവർ ചെയ്ത് നിൽക്കും. അതായത് ഈ ഒരു വേസ്റ്റ് എല്ലാം ഇതിന്റെ ഉള്ളിൽ തന്നെ നിൽക്കുന്ന രീതിക്ക്. ഇതിപ്പോ മീഷോയിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഇതിന്റെ ലിങ്ക് എന്തായാലും ഞാൻ താഴെ കൊടുത്തേക്കാം. പറ്റുന്നതിന്റെ ഒക്കെ ഞാൻ ഇത് ടെമോ ആപ്ലിക്കേഷൻ എന്നാണ് വാങ്ങിയത്. നിങ്ങളിപ്പോ നാട്ടിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ഞാൻ മീഷോയിൽ ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മീഷോയിൽ ലിങ്ക് കൂടി തരാം. അപ്പം ഇങ്ങനെ പല ടൈപ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഏതാണോ ഓക്കെ ആയിട്ട് തോന്നുക, ഇതിന്റെ കുറച്ചും കൂടി ഇത് കവറപ്പ് ഉള്ള ഒരു സാധനമാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ക്ലീൻ ആയിട്ട് തന്നെ സെറ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പൊ ഇവിടെ ഇപ്പൊ എന്റെ കയ്യിൽ ഇതാണുള്ളത്. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല, നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. അധികം എക്സ്പെൻസീവ് അല്ലാത്ത കുറച്ച് പ്രോഡക്ട്സ് ആണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് മുഴുവനും. നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങളെ സഹായിക്കാൻ പാകത്തിനുള്ള കുറച്ച് പ്രോഡക്ട്സ് ആണ് കേട്ടോ. അപ്പം നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതെന്താണെന്ന് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. ജസ്റ്റ് ഞാനൊന്ന് തുറന്ന് കാണിക്കാം. ഇത് ഞാൻ ടെമോന്നാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇത്രേ ഉള്ളു സാധനം. ആക്ച്വലി ഇത് തുറന്നു വരുമ്പോൾ ഇതൊരു കവറാണ്. കണ്ടില്ലേ? ഇതിപ്പോ നിങ്ങൾക്ക് ഫ്രൂട്ട്സ് ഒക്കെ കവർ ചെയ്ത് അടച്ച് ഫ്രിഡ്ജിൽ വെക്കാൻ പാകത്തിന്, അതുപോലെ തന്നെ ജസ്റ്റ് കവർ ചെയ്യേണ്ട കുറച്ച് പാത്രങ്ങൾ. ഇപ്പൊ ഇതൊരു പാത്രമാണെന്ന് വിചാരിക്കുക. ജസ്റ്റ് നമുക്ക് ഇതിങ്ങനെ കവർ ചെയ്ത് വെക്കാം. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഫ്രൂട്ട്സിന്റെ കാര്യത്തിലാണ് ഇങ്ങനെയൊന്ന് കവർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഇത്. അധികം വിലയൊന്നും വരുന്നില്ല. ഞാൻ ഇതിപ്പോ 4 റിയാലിനോ മറ്റാണ് വാങ്ങിയത്. 100 കവറുകളുണ്ട്. അപ്പൊ നമുക്ക് ഈ സാധനം റീയൂസ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. അങ്ങനെ റീയൂസ് ചെയ്യാൻ പറ്റാഴിയൊന്നുമില്ല. അല്ലെങ്കിൽ ഒത്തിരി അങ്ങ് അഴുക്കായി പോയാൽ മാത്രമേ നമുക്ക് പിന്നീട് ഇത് ഉപയോഗിക്കാൻ പറ്റാഴിയുള്ളൂ. ഇതൊരു ഫ്ലെക്സിബിൾ ലിഡ് ബാഗ് കൂടിയാണ്. അതായത് ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സാധനങ്ങൾ കുറച്ചുകൂടി ഫ്രഷ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മളിപ്പോ ഒരു ഫ്രൂട്ടിൽ കവർ ചെയ്ത്, ഞാൻ മുമ്പേ കാണിച്ചില്ലേ, നമ്മളിപ്പോ ഒരു ഫ്രൂട്ട്സിൽ കവർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിപ്പം ഒരു ദിവസമേ ഇരിക്കൂ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് 1-2 ദിവസമോ അതിൽ കൂടുതൽ ഇരിക്കാൻ പാകത്തിന് ഇതിനെ ഫ്രഷ് ആക്കി വെക്കും എന്നാണ് പറയുന്നത്. ഇപ്രാവശ്യം വാങ്ങിയിട്ടുള്ളതാണ്. ഇതൊരു 100 പീസസ് ഉണ്ട്. നമുക്കൊരു 100 പീസസ് മാക്സിമം അത്രയും മതിയാവും. കുറേ നാളത്തേക്ക് നമുക്ക് ഇതിരിക്കും. ഇത് റീയൂസ് ചെയ്യാൻ പറ്റുന്നതും ആണല്ലോ. അപ്പോൾ നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഷീറ്റാണ്.
ഇത് ചിലർക്കെങ്കിലും പരിചയം ഉണ്ടായിരിക്കും. ഇനി പരിചയമില്ലാത്തവരാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു പ്രൊഡക്റ്റ് പല അളവിൽ വരുന്നുണ്ട്, മനസ്സിലായില്ലേ? ഇത് കുറച്ച് വലുത്, അതിന്റെ ചെറുത്, പിന്നെ അതിന്റെ ചെറുത്, അങ്ങനെ അങ്ങനെ വരുന്നൊരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഇതിപ്പോ ചെറിയൊരു പാത്രമാണ്, അല്ലെങ്കിൽ ഒരു, ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒരു ഡെമോ കാണിച്ചു തരാം. ഇപ്പൊ ഈ ഒരു പാത്രത്തിൽ നിന്ന് നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അടപ്പ് കണ്ടില്ല എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഇത് ക്ലോസ് ചെയ്യാനുള്ള ഇതിന്റെ ഒരു അടപ്പ് കണ്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ അടപ്പ് കണ്ടില്ല, അല്ലെങ്കിൽ ഇത് മൂടിയില്ലാത്തൊരു പാത്രമാണെന്ന് തന്നെ ഇരുന്നോട്ടെ, അപ്പൊ നമുക്ക് അതിന് ഒരു ലിഡായിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇതൊരു സിലിക്കോൺ ലിഡാണ് കേട്ടോ. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് നമുക്ക് എത്രത്തോളം ഫ്ലെക്സിബിൾ ആണോ എന്നുള്ളത് ഇത് കാണുമ്പോൾ മനസ്സിലാവും. കറക്റ്റ് ആയിട്ട് എയർ ടൈറ്റ് ആയിട്ട് ഈ ഒരു കണ്ടെയ്നറിനെ അത് സൂക്ഷിക്കും എന്നുള്ളതാണ്. അങ്ങനെ കുറച്ചുകൂടി വലിയ പാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാം. ഇനി അതല്ല ഈ ഒരു ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇത് മതിയാവും. ഇനി ഇതിനേക്കാളും ചെറിയ ചെറിയ ബോക്സസ് ആണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് മൂടിയില്ലാത്തൊരു പാത്രം നമുക്ക് ഫ്രിഡ്ജിൽ ഉപകാരപ്പെടില്ല എന്നുള്ളൊരു പ്രശ്നം ഉണ്ടാവില്ല. അല്ലെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാൻ ഒന്നും ഇല്ലാത്തൊരു പാത്രം ഇനി വേണ്ട, വേസ്റ്റ് ആയി പോവില്ല. ഇത് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ് കേട്ടോ ഇത്. ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ സ്റ്റൗവിലൊക്കെ ഇപ്പോ എന്തെങ്കിലും സാധനങ്ങൾ തിളച്ച് തൂവോ മറ്റോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റൗ വൃത്തിയാക്കുക എന്നുള്ളത് ഒരു ജോലിയാണ് അല്ലെ. അപ്പോ അതിന് പകരം നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊരു വളരെ തിന്നായിട്ടുള്ള ഒരു ഷീറ്റാണ് കേട്ടോ. നമ്മൾ ഇതൊന്ന് ജസ്റ്റ് വെച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഏരിയക്ക് ഇതൊരു കവറപ്പ് ആയിരിക്കും. അപ്പോൾ നമുക്കൊരു സാധനം തിളച്ച് തൂവിയാലും ഇതിലേ വീഴുള്ളൂ. ഇത് ആക്ച്വലി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ഇതിനങ്ങനെ ഭയങ്കര ഒരു റേറ്റ് ഒന്നുമില്ല, നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് തന്നെയുള്ളൂ. അപ്പൊ നമുക്കിത് ഓക്കെ, നിങ്ങൾക്ക് ക്ലീനിങ് ഒരു വലിയ പാടായിട്ട് തോന്നുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും. വെറും നൈസ് ആയിട്ടുള്ള ഒരു ജസ്റ്റ് ഒരു ഷീറ്റാണ് വരിക, ജസ്റ്റ് ഒരു ഫോയില്, നമ്മുടെ അലൂമിനിയം ഫോയില് മാതിരി ഒരു ഫോയിലാണിത്. ഇത് കുറച്ച് തിന്നായിട്ട് വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ജസ്റ്റ് കിഴിച്ച് അതിൻ്റെ അകത്തോട്ട് ഇറക്കി വെച്ചു കൊടുക്കുക. ഞാൻ നിങ്ങൾക്കൊരു ഡെമോ കാണിച്ചു തരാം ഇത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ഉപകാരമുള്ള ഒരു സാധനമാണ് കേട്ടോ. ഇത് ഏകദേശം ഒരു 100 പീസസ് ആണ് എനിക്കൊരു 18 റിയാലിന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഇത് ആക്ച്വലി നമുക്ക് ക്ലീനിങ് ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ പ്രത്യേകിച്ചും ഭയങ്കര ഒരു ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ്. അപ്പൊ ഇത് ജസ്റ്റ് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളിത് ക്ലീൻ ചെയ്യുന്ന ടൈമിൽ ഇതെടുത്ത് കളഞ്ഞാൽ മതി. വേറെ ഇതെടുത്ത് ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ക്ലീനിങ് പർപ്പസ് അവിടെ കഴിഞ്ഞു. പിന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞുതരാം. നമ്മൾ എപ്പോഴും നാരങ്ങ സ്ക്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മളിപ്പോൾ ലെമൺ സ്ക്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിക്കുന്ന സ്ക്യൂസറും അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. എനിക്ക് പറ്റിയൊരു അബദ്ധമാണ് ഞാനിപ്പോൾ പറയുന്നത്. ഈ ഒരു സ്റ്റീലിന്റെ നമ്മൾ എപ്പോഴും എക്സ്പെക്ട് ചെയ്യും സ്റ്റീലിൻ്റെത് കുറച്ചുകൂടി നല്ലതായിരിക്കും എന്നുള്ളത് നമ്മളുടെ ഒരു ചിന്തയാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു ചിന്ത അങ്ങനെയായിരുന്നു. അങ്ങനെ ഞാൻ വാങ്ങിയിട്ടുള്ള ഒരു ഇതാണ്. ഇപ്പൊ സ്റ്റീലിന്റെ പ്രൊഡക്റ്റ് നല്ലതായിരിക്കാം, പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് കവറിനുള്ളിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ടൊന്ന് നോക്കണം ഈ രണ്ട് പോർഷനും കറക്റ്റ് ആയിട്ട് ടൈറ്റ് ആവുന്നുണ്ടോന്ന് നിങ്ങൾ നോക്കി. ഇപ്പൊ ഇവിടെ ഒരു ഹോള് കാണുന്നില്ലേ, ഈ ഒരു ഭാഗത്തും അതുണ്ട് കേട്ടോ, കണ്ടോ? അതുകൊണ്ട് തന്നെ ഇത് ലെമൺ സ്ക്യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പം ജസ്റ്റ് ഒന്ന് അമക്കി എത്ര പ്രഷർ കൊടുത്താലും ഇതുകൊണ്ട് പ്രയോജനമില്ല. ഇത് ഞാൻ 5 റിയാലിന് വാങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ആക്ച്വലി എനിക്ക് ആ ഒരു 5 റിയാൽ ഭയങ്കര നഷ്ടമായിപ്പോയി. കാര്യം ഇതുകൊണ്ട് എനിക്ക് പ്രയോജനം ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഞാനിത് അതിന് പകരം എടുത്തു വെച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു ഇത്. ഇതന്ന് പ്ലാസ്റ്റിക് ആണെന്ന് പറഞ്ഞു, പക്ഷെ ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക് ആണ് കേട്ടോ. പ്ലാസ്റ്റിക് ആണെന്ന് പറഞ്ഞിട്ട് ഞാനിത് ഒഴിവാക്കിയിട്ട് ഞാൻ ഇത് വാങ്ങിയതായിരുന്നു. പക്ഷെ ഇതെനിക്ക് വമ്പ നഷ്ടമാണ് സംഭവിച്ചത്. കാര്യം ഇത് വെച്ച് നമുക്ക് ജോലി ഇരട്ടിയാക്കും എന്നുള്ളത് വേറെ, നമുക്കിപ്പോ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് പോരട്ടെ, അതിങ്ങനെ ഒരു ജസ്റ്റ് ഒന്ന് ലെമൺ ഇങ്ങനെ അങ്ങ് അമക്കി വെച്ചിട്ട് അതിന്ന് ജ്യൂസും വരില്ല, അത് പിന്നെ നമ്മൾ അത് പിഴിയാൻ അതിന്റെ ഇരട്ടി പണിയാം. അപ്പോൾ അതിലും ബെറ്റർ ഓപ്ഷൻ ഇങ്ങനെ ഒരെണ്ണം വാങ്ങിക്കുന്നതാണ് കേട്ടോ. നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും, കണ്ടില്ലേ? കറക്റ്റ് ആയിട്ട് ഇത് ഇവിടെ പ്ലേസ് ചെയ്ത് വരുന്നതാണ്. എനിക്ക് തോന്നുന്നത് ഇങ്ങനെയാണ് നമ്മളൊരു നല്ല ലെമൺ സ്ക്യൂസർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ജസ്റ്റ് അമങ്ങുന്ന സമയത്ത് നന്നായിട്ട് അമങ്ങുന്നുണ്ടോ എന്നുള്ളത് അമ്മമാർക്കൊക്കെ അറിയാമായിരിക്കും. ഇതറിയാത്ത കുക്കിങ്ങിലൊക്കെ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പം ഈ ഒരു ഇൻഫർമേഷൻ ഉപകാരപ്പെടുമെന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് വലിയ ഒരു പാത്രമാണിത്. ജസ്റ്റ് ഇതൊരു അരിപ്പ പോലെ തന്നെ യൂസ് ചെയ്യുന്നതാണ്. ഞാനിപ്പോൾ വാട്ടർമെലൺ ജ്യൂസ് ഒക്കെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കും. അപ്പം ചെറിയ അരിപ്പയിലൊക്കെ അരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ സമയം എടുക്കുമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചുകൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു പ്രൊഡക്റ്റ് ആണിത്. ഇതാകുമ്പോൾ നമുക്ക് വലിയൊരു ക്വാണ്ടിറ്റി ഒരുമിച്ച് തന്നെ ഒഴിക്കുകയും ചെയ്യാം. ഇതിന് കുറച്ച് ഇത്തിരി വലിപ്പം കൂടിയിട്ടുള്ള ഹോൾസ് ആണ്. അപ്പം അതിൽ നിന്ന് നമുക്ക്
അരിയൊക്കെ കറക്റ്റായിട്ട് വേർതിരിച്ച് കിട്ടുകയും ചെയ്യും, എന്നാൽ കുറച്ച് ഫൈബേഴ്സ് ഒക്കെ അതിൽ തന്നെ ഇറങ്ങുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരു അരിപ്പയാണ് കേട്ടോ ഇത്. ഇത് കുറച്ചുകൂടി നല്ലതായിരുന്നു. ഇത് ഞാൻ പക്ഷേ ഓൺലൈനായിട്ട് വാങ്ങിയതല്ല, അല്ലാതെ കടയിൽ പോയി കണ്ടപ്പോൾ വാങ്ങിയതാണ്. ഇത് എല്ലാ കടകളിലും മിക്കവാറും ഉണ്ടാവാറുള്ള ഒരു സാധനമാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഞാൻ നിങ്ങളെ കഴിഞ്ഞ പ്രാവശ്യം ഒരു പീലർ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളി അങ്ങനെ ചെത്തി പോരുന്ന ഒരു പീലറാണ്. എൻ്റെ അമ്മയ്ക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അമ്മ അത് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. പക്ഷെ അതുകൊണ്ട് വേറൊരു ഉപയോഗവും നമ്മളിവിടെ ചെയ്യാറുണ്ട്. നമുക്കിപ്പം ശർക്കരയൊക്കെ ഇങ്ങനെ ചീകി എടുക്കുക എന്നുള്ളത് കുറച്ച് പ്രയാസമുള്ള പണിയാണ്. ഇവിടെ അമ്മയ്ക്ക് അത് ഇച്ചിരി ബുദ്ധിമുട്ടാണെന്ന് പറയുന്നേക്കാം. അപ്പൊ ഞാൻ ഈ പീലർ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇത് ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഈസി ആയിട്ട് ഇത് പീൽ ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പൊ പീലർ വെച്ചിട്ട് നിങ്ങളുടെ ഇങ്ങനെ ഒരു ശർക്കര നിങ്ങൾക്ക് ചിരണ്ടി എടുക്കണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പീലർ വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പൊ അത് ഈസി ആയിട്ട് കണ്ടില്ല, ഈസിലി ഇത് ഇങ്ങനെ പോരും. അങ്ങനെ ഞാൻ അമ്മയ്ക്ക് വേണ്ടിയിട്ട് പറഞ്ഞെടുത്തിട്ടുള്ള ട്രിക്കാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞുതരാണ്. ഇതൊന്നും വലിയ കാര്യമാണെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. പക്ഷെ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എനിക്കത് വലിയൊരു കാര്യമാണ്. നെക്സ്റ്റ് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് വീട്ടിൽ മിക്കവാറും ചപ്പാത്തി പലക ഉണ്ടാവും. ഇനി അതിന്റെ ഒരു ഇപ്പൊ കുറച്ചുകൂടി വലുതായിട്ട്, ഇപ്പൊ ചപ്പാത്തി പലകയ്ക്ക് കുറച്ച് വലുതായിട്ടില്ല, മൈദ പരത്തണം, നമുക്ക് പൊറോട്ട ഉണ്ടാക്കണം, അങ്ങനെ കുറച്ച് പർപ്പസ് ഉണ്ടാവില്ലേ. ചപ്പാത്തി പലക എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ മൈദ പരത്തണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മാവ് നന്നായിട്ടൊന്ന് പരത്തി എടുക്കണം. ചപ്പാത്തി പലക ഒരു റൗണ്ട് ഷേപ്പിലാണ് ഉണ്ടാവലില്ലേ, അല്ലെങ്കിൽ ഓക്കെ സ്ക്വയർ ഷേപ്പിൽ ഉണ്ട് തന്നെ ഇരിക്കട്ടെ. പക്ഷെ അതിനൊരു കറക്റ്റ് ഇപ്പം നിശ്ചിത ഒരു അളവ് ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഇത്രേ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ ഇത്രേ ഉണ്ടാവുള്ളൂ, അങ്ങനെയല്ലേ. പക്ഷെ നമുക്ക് അതിന് പകരം ഈ ഒരു ഷീറ്റ് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ജോലി കുറച്ച് ഈസി ആക്കാം. മനസ്സിലായോ? ഇതൊരു ചപ്പാത്തി പരത്തുന്ന ഷീറ്റാണ്. ചപ്പാത്തി എന്നല്ല, അമ്മ ഇവിടെ ജോവർ അങ്ങനെ മൈദ എന്ത് പരത്തിയാലും അമ്മ ഇതിലാണ് യൂസ് ചെയ്യാറ്. അമ്മ ഇവിടെ ചപ്പാത്തി പലക യൂസ് ചെയ്യാറില്ല. അപ്പം ഇതില് നമുക്ക് കുറച്ച് അളവുകളൊക്കെ അവർ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്ര നമുക്കിപ്പോ ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചപ്പാത്തി പരത്താനുള്ള കറക്റ്റ് അളവുകളൊക്കെ ഇവിടെ കാണാം. കുറച്ച് ഇത്ര വലുതാണെന്നുണ്ടെങ്കിൽ ഇത് വെച്ച് ട്രൈ ചെയ്യാം, ഇത് വെച്ച് ട്രൈ ചെയ്യാം, അങ്ങനെ. അപ്പം ഇത് ആക്ച്വലി വളരെ നല്ലൊരു ഓപ്ഷൻ ആയിട്ട് എനിക്ക് തോന്നി. നമുക്ക് പെട്ടെന്ന് ഇത് ക്ലീൻ ചെയ്തെടുക്കാനും പറ്റും. ജസ്റ്റ് ഒന്ന് സോപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൽ അഴുക്കൊക്കെ പോകും. അപ്പോൾ ഇത് നല്ലൊരു ഓപ്ഷനാണ്. നമുക്ക് കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ, ഒരുപാട് നാളായിട്ട്. അപ്പം ഇത് അറിയുന്നവരുണ്ടാവാം, അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് പറയാണ് കേട്ടോ. ഈ ഒരു ഷീറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ജോലി കുറച്ചുകൂടി ഈസി ആക്കും. കുറച്ചുകൂടി വലുതായിട്ടൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും പരത്തണം, നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഫുഡ്സ് ഒക്കെ ട്രൈ ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും കുറച്ചുകൂടെ നീളത്തിൽ പരത്തണം, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് നല്ലതായിരിക്കും. ഇതൊരു നല്ല ഷീറ്റാണ് കേട്ടോ. നമുക്ക് എനിക്ക് തോന്നുന്നു മിക്കവാറും എല്ലാ കടകളിലും ഇപ്പൊ ഇത് അവൈലബിൾ ആണ്. നാട്ടിലൊക്കെ എല്ലാവർക്കും അറിയുകയും ചെയ്യുന്നുണ്ടാവാം. അറിയാത്ത ആളുകൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് ആക്ച്വലി ഭയങ്കര വെർത്തിട്ടായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഞാൻ ഭയങ്കര പരീക്ഷണാർത്ഥം വാങ്ങി നോക്കിയിട്ട് എനിക്ക് ഫലം കിട്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഇതിന്റെ അകം ഇങ്ങനെയാണ്, ഒരു സിൽവർ ഫോയിൽ പോലെ വന്നിട്ട്, ജസ്റ്റ് ഒരു അലൂമിനിയം ഫോയിൽ പോലെ വന്നിട്ട് കവർ ചെയ്തിരിക്കുകയാണ്. ഇത് എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോ ഒരു പഴം വാങ്ങി ഇപ്പൊ കുറച്ച് പച്ചയോ അല്ലെങ്കിൽ ഇച്ചിരി പഴുത്തതോ ആയിക്കോട്ടെ, അത് ജസ്റ്റ് ഇതിനകത്ത് തന്നെ കവർ ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പഴുത്തു പോവില്ല. കുറച്ച് ദിവസത്തേക്ക് ഇത് അങ്ങനെ തന്നെ ഇരിക്കും. അല്ലാതെ ഒത്തിരി പഴുത്ത് കറുത്ത് പോവുക അങ്ങനെ പോകില്ല. ഇപ്പൊ ഒരു 5 ദിവസം ഇരിക്കേണ്ട ഒരു പഴമാണ് നിങ്ങൾ വാങ്ങി വീട്ടിൽ കൊണ്ടുവച്ചിരിക്കുന്നത്, ഇച്ചിരി പച്ചയ്ക്കാണ് വാങ്ങിയത് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഒരു 1.5 ആഴ്ച വരെയൊക്കെ അതിന്റെ ആ ഒരു ഫ്രഷ്നെസ് നിലനിർത്തും. ആക്ച്വലി ഇത് വർത്തിട്ടാണ് കേട്ടോ. ഇത് ഞാൻ ചെയ്ത് പരീക്ഷിച്ച് വിജയിച്ചത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരുന്നത്. ഇങ്ങനെയുള്ള ഒരു ബാഗ്, അതെനിക്ക് തോന്നുന്നു ഫ്രൂട്ട് ബാഗ് എന്നൊക്കെ മീഷോയിലൊക്കെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വരും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ ഇത് ടെമോന്നാണ് വാങ്ങിയിട്ടുള്ളത്. ഞാനൊന്ന് നോക്കട്ടെ, ഇതിന്റെ ലിങ്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എന്തായാലും ഷെയർ ചെയ്തു തരാം. പിന്നെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പം ഇതാണ്. ഇത് എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് അറിയോ? ഞാൻ ഇവിടെ ഇത് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഇഡ്ഡലി കുട്ടകത്തിനകത്ത് ഈ ഒരു സാധനം ഇറക്കി വെച്ചിട്ടാണ്. ഞാൻ നിങ്ങളെ ആദ്യം 3 പാത്രങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഇതാണ് നമ്മുടെ വീട്ടിലെ ഇഡ്ഡലി കുട്ടകം. അത് ചെറിയൊരു ഇഡ്ഡലി കുട്ടകമാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇതിന്റെ അകത്തേക്ക് വെള്ളം നിറച്ചതിന് ശേഷം ജസ്റ്റ് ഇതൊന്ന് ഇറക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പെർഫെക്റ്റ് ഫിറ്റ് ആണ്. കണ്ടില്ലേ? ഇത് പെർഫെക്റ്റ് ആണ്. അപ്പം ഇതിന്റെ മുകളിലേക്ക് നമുക്ക് ഇങ്ങനെ പാത്രങ്ങൾ വെച്ചു കൊടുക്കാം. ഇവിടെ ഇപ്പൊ 2 എണ്ണേ വെക്കാൻ പറ്റുള്ളൂ. ഞങ്ങളുടെ പാത്രം ചെറുതായതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾക്ക് കുറച്ചുകൂടി വലുതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 പാത്രം വെക്കാം. അതല്ല, ഇതിൽ വേണമെങ്കിൽ നമുക്ക് പുട്ടുപൊടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പുട്ടും പുഴുങ്ങിയെടുക്കാൻ പറ്റും.
ഒരു വെടിക്ക് 2ഉം 3ഉം പക്ഷിയൊക്കെയാണ് ഞാനിത് വെച്ച് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ ഉണ്ടാക്കാറുമുണ്ട്. ചിലപ്പോൾ മുട്ട പുഴുങ്ങി എടുക്കും, അതുപോലെ തന്നെ ഏത്തപ്പഴം പുഴുങ്ങി, അങ്ങനെ രണ്ടും കൂടി പെട്ടെന്നാവുമല്ലോ. നമുക്ക് സമയം കൺസ്യൂം ചെയ്യാന്നുള്ളതാണല്ലോ മെയിൻ ആയിട്ടുള്ള കാര്യം. അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഇങ്ങനെ ഒരു സാധനം നിങ്ങളുടെ ഇഡ്ഡലി കുട്ടകത്തിന് മാച്ചായിട്ട് നിങ്ങൾ വാങ്ങി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഉപകാരവും കൂടി ഉണ്ട്. നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ മൈക്രോ ഫൈബറിന്റെ ഒരു തുണിയാണ് കേട്ടോ. മൈക്രോ ഫൈബറിന്റെ ഒരു ടവലാണിത്. മൈക്രോ ഫൈബറിന്റെ ടവൽ വെച്ചിട്ട് നമ്മളിപ്പോ സ്റ്റൗവിന്റെ ബേസ് ഒക്കെ തുടക്കുകയാണ്, അല്ലെങ്കിൽ സ്റ്റൗവിന്റെ ആ ഒരു മുകൾ ഭാഗമൊക്കെ തുടച്ചെടുക്കുകയാണ്, നമുക്കിപ്പോ ജസ്റ്റ് ടൈൽസിലൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു നല്ല ഫിനിഷിങ് കിട്ടും. ഇപ്പൊ നമ്മൾ വേറൊരു കോട്ടൺ ക്ലോത്തോ അല്ലെങ്കിൽ ഒരു തോർത്തോ വെച്ച് തുടയ്ക്കുന്നതിനേക്കാളും കുറച്ചും കൂടി മൈക്രോ ഫൈബറിന്റെ ടവൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഷൈനിങ് ഉണ്ടാവും. അതുപോലെ തന്നെ വെള്ളം മൈക്രോ ഫൈബർ നന്നായിട്ട് അബ്സോർബ് ചെയ്തെടുക്കുകയും ചെയ്യും. അത് നമുക്ക് കിച്ചണിൽ നല്ലൊരു ഉപകാരപ്രദമായിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ. നിങ്ങൾ ഇനി നെക്സ്റ്റ് ടൈം പോകുമ്പോൾ മൈക്രോ ഫൈബറിന്റെ ടവൽ വാങ്ങിയിട്ടൊന്ന് യൂസ് ചെയ്ത് നോക്കണം. യൂസ് ചെയ്യുന്നവരുണ്ടാവാം, ഇല്ലാത്തവരോടാണ് കേട്ടോ ഞാൻ പറയുന്നത്. നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കിപ്പം അമ്മമാർക്കൊക്കെ മെയിൻലി ഉള്ള ഒരു കൺസേൺ ആണ് ചൂല്. ഇപ്പോ നല്ല ചൂല്, ഇപ്പം അബ്രോഡൊക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ എക്സ്പെഷ്യലി നമുക്ക് നല്ലൊരു ചൂല് ഇപ്പൊ നാട്ടിൽ കിട്ടുകയാണെങ്കിൽ തന്നെ നമുക്കിത് ഇവിടേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ഇവിടുന്ന് നല്ലത് വാങ്ങാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. ദാറ്റ് മീൻസ് നല്ല ക്വാളിറ്റി ഉള്ളത് കിട്ടുമോ, അതുപോലെ തന്നെ പുല്ല് ചൂല്, അങ്ങനെയുള്ള കുറെ കൺസേൺസ് ഉള്ള ആളുകളെ ഞാനിവിടെ കണ്ടിട്ടുണ്ട്. അപ്പൊ എന്റെ അമ്മയ്ക്ക് അങ്ങനെ ഒരു കൺസേൺ ഉണ്ടായിരുന്നു. അപ്പൊ അമ്മ അതിനു വേണ്ടിയിട്ട് കണ്ടുപിടിച്ചൊരു മാർഗമാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത്. ഇതൊരു ചൂലാണ്. ഇത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചൂലാണ്. എനിക്ക് തോന്നുന്നു നാട്ടിലെ മിക്ക സൂപ്പർ മാർക്കറ്റിലും ഇത് അവൈലബിൾ ആണ്. നിങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കാണിച്ചു തരും. ഇത് നല്ല ചൂലാണ് കേട്ടോ. ഇത് ഇങ്ങനെ സെപ്പറേറ്റ് എടുത്ത് നമുക്കിപ്പോ എവിടെയെങ്കിലും അബ്രോഡ് പോവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പെട്ടിക്കകത്ത് വെക്കാൻ ഇത്ര നീളമുള്ള ഒരു ചൂല് പറ്റില്ല എന്നുള്ളതാണല്ലോ നമ്മുടെ പ്രശ്നം. ഇത് നൈസായിട്ട് നമുക്ക് രണ്ടായിട്ട് മാറ്റി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് റാപ്പ് ചെയ്ത് നമ്മുടെ പെട്ടിക്കകത്ത് ഈസി ആയിട്ട് കൊണ്ടുവരാൻ പറ്റും. അമ്മ അങ്ങനെ കൊണ്ടുവരുന്ന രണ്ടാമത്തെ ചൂലാണിത്. അമ്മയ്ക്ക് ഇത് ഭയങ്കര ഒരു കണ്ടുപിടിച്ചപ്പോ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ടുള്ള ഒരു സാധനമായിരുന്നു. ചിലപ്പോ ഞാൻ പറയുമ്പം ഏതെങ്കിലും അമ്മമാർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണ്, നാട്ടിലല്ലാതെ താമസിക്കുന്നവർക്കൊക്കെ ഒരു ചൂല് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ഈ രണ്ട് പ്രൊഡക്ട്സ് എന്തിനുള്ളതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. ഇത് അല്ലെങ്കിൽ നമ്മൾ വരുന്ന ടൈമിലാണ് നമ്മുടെ വീട്ടിൽ ക്യാനിൽ വെള്ളം വരിക എന്നുള്ളത്. ക്യാനിലെ വെള്ളം നിങ്ങൾക്ക് അറിയാലോ, ഇതാണ് ഞാൻ പറയുന്ന ക്യാൻ കേട്ടോ. ക്യാനിൽ വെള്ളം വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ജസ്റ്റ് ഇങ്ങനെ കമഴ്ത്തി വെച്ചിട്ട് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവുമല്ലോ, അതിൻ്റെ അകത്തേക്ക് കമഴ്ത്തി വെച്ച് അതുവഴി പൈപ്പ് പോലെ ഒരു സാധനം വന്നിട്ട് അത് ജസ്റ്റ് ലിഫ്റ്റ് ചെയ്തിട്ട് നമ്മൾ വെള്ളം എടുക്കുകയാണ് പതിവ്. ഇപ്പം അമ്മമാർക്ക് എല്ലാവർക്കും ഇത് മൊത്തത്തിൽ ഇങ്ങനെ പൊക്കിയെടുത്ത് കമഴ്ത്തി വയ്ക്കാൻ അവർക്ക് ആർക്കെങ്കിലും ഒരു സഹായം വേണ്ടി മൊത്തത്തിലെ പൊക്കിയെടുത്ത് ഇപ്പൊ ലിഫ്റ്റ് ചെയ്യാന്നുള്ളത് ഈസി ഉള്ളൊരു സാധനമല്ല. ഇതിൽ ഇപ്പൊ വെള്ളം ഇല്ലാത്തതുകൊണ്ടാണ് എനിക്കിത് പറ്റുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അമ്മമാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇത് നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ ആരും ഇല്ലാത്ത ടൈമാണ് ഇത് ഇപ്പം ക്യാനിൽ വെള്ളം തീരുന്നത് എന്നുണ്ടെങ്കിൽ അവർക്ക് വീണ്ടും അത് ബുദ്ധിമുട്ടാണ്. അപ്പോ അതിന് വേണ്ടിയിട്ട് അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഇത്. ഇത് നേരത്തെ മുതലേ ഇവിടെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സാധനമാണ്. അപ്പം ഇത് തന്നെ വാങ്ങിക്കണം എന്ന് ഞാൻ പറയില്ല, ഇതായാലും മതി. ഏകദേശം ഒരു 5 വർഷക്കാലത്തോളം ഈ ഒരു പ്രൊഡക്റ്റ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അമ്മ ഇത് 5 വർഷത്തോളമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോ ഈ ഒരു കുറച്ച് ദിവസമായിട്ട് ഇതിൽ ചാർജ് നിൽക്കുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നം വന്നപ്പം നമ്മൾ അത് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഇത്. അപ്പൊ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് വാങ്ങി എന്നുള്ളതേ ഉള്ളൂ. അപ്പോ ജസ്റ്റ് ഇതിലൊരു ഇങ്ങനെയൊരു ട്യൂബ് വരുന്നുണ്ട്. അപ്പൊ ഇത് നമ്മൾ ജസ്റ്റ് ഈ വെള്ളത്തിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. മനസ്സിലായില്ലേ? ഇത് വിട്ടു കൊടുത്തിട്ട് ഇവിടെ നമ്മൾക്ക് ഇത് പ്ലേസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് ഇതിന്റെ പർപ്പസ് വരിക, അല്ലെ ഇങ്ങനെയാണ് ഇത് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക. അപ്പം ഇത് ഓഫ് ചെയ്യാനുള്ള ഒരു ബട്ടൺ ഇവിടെ ഉണ്ട്. അതായത് 600 ml ഉള്ള ഒരു ബോട്ടിലാണ് നിങ്ങൾ വെക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും അളവിലുള്ള വെള്ളം മതി എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി നോക്കി പോവാം. 600 ml ഫില്ലായി കഴിയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആവും. ഇനി അതല്ല, നിങ്ങൾക്ക് അത് ഫുള്ള് നിറയണം, ഒരു വലിയ പാത്രമാണ് നിങ്ങൾ വെച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഇത് ഓൺ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഓൺ ചെയ്ത് കൊടുക്കുമ്പോൾ അത് ഫുള്ളി ഫില്ല. നമ്മൾ എപ്പോഴും ഈ ഒരു സാധനം കറക്റ്റ് ആയിട്ട് ഫിറ്റ് ചെയ്യുന്നതിന് ഇങ്ങനെ ഒരു ഹോൾ ഉണ്ടാക്കിയാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. മൊത്തത്തിൽ ഇങ്ങനെ ഫുള്ളി അങ്ങോട്ട് ഈ ഒരു ലിഡ് എടുത്ത് കളയുന്നതിന് പകരം നമുക്ക് ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു നൈഫ് വെച്ചിട്ട് ഇങ്ങനെ ഒരു കട്ട് ചെയ്ത് കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റ് ആയിട്ട് അങ്ങനെ അങ്ങ് ഇരുന്നോളും. അത്യാവശ്യം നല്ല ഫ്ലോയിൽ തന്നെയാണ് കേട്ടോ വെള്ളം വരിക. ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഇത് അമ്മ ക്രാഫ്റ്റ് ചെയ്ത സമയത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്.
ഇതെന്ന് പറഞ്ഞാൽ ഇതൊരു കപ്പ് മാറ്റാണ്. ഇത് പല അളവിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. കുറച്ചുകൂടി വലിയ അളവാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ടേബിളിൽ വെക്കുമ്പോൾ കുറച്ച് ചൂടുള്ള ഒരു സാധനമാണെന്നുണ്ടെങ്കിൽ ഇത് ഹീറ്റ് റെസിസ്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. നമുക്കിപ്പം ചൂടുള്ള സാധനം കൊണ്ടുവന്ന് ടേബിളിൽ ഡയറക്റ്റ് വെക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ ഇവിടെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ചായയൊക്കെ കൊണ്ടുവന്ന പാത്രം കൊണ്ട് വെക്കുമ്പോൾ ഈ ടേബിളിലൊന്നും ചായ ആവാതിരിക്കാം. അത് വൈറ്റ് ടേബിൾ ആണല്ലോ, ചായ ആവാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മളിത് യൂസ് ചെയ്യാറുള്ളത്. പക്ഷെ ഇത് പല വലിപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാം. ഇത് കുറച്ചുകൂടി കട്ടിയിലൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഹീറ്റ് റെസിസ്റ്റ് ചെയ്യും. ഇപ്പം വലിയൊരു ചെമ്പൊക്കെ കൊണ്ടുവന്ന് വെക്കാൻ പാകത്തിനൊക്കെ നമുക്ക് ഇത് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഞാൻ നിങ്ങളെ എന്തായാലും ഈ ഒരു വീഡിയോ ഇതെങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളത് ഒന്ന് കാണിക്കാം. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. ഇതെങ്ങനെയാണ്, അത് നിങ്ങൾക്കൊക്കെ കുറെ പേർക്കൊക്കെ ഉപകാരപ്പെടും. ഇത് ഭംഗിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുമ്പോൾ നമ്മൾ ഉണ്ടാക്കിയൊരു പ്രൊഡക്റ്റ് കൊണ്ട് വെക്കുമ്പോൾ ഉള്ളൊരു സന്തോഷം വേറെയാണ്. അപ്പോൾ ഇത് അമ്മ വെച്ചിട്ടുള്ളതാണ്. രണ്ടെണ്ണം അമ്മ അങ്ങനെ ഉണ്ടാക്കി ടേബിളിൽ വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഒരു കിച്ചൺ ഹാക്ക് അല്ല കേട്ടോ, പക്ഷെ ലേഡീസിനൊക്കെ ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ്. അതായത് എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോ ബ്രൈഡ് സ്ട്രാപ്പ് ഷോൾഡറിൽ നിന്ന് താഴേക്ക് വീണു പോകുന്നു എന്നൊക്കെ അമ്മമാര് പരാതിപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് വാങ്ങിക്കൊടുത്താൽ കുറച്ചുകൂടി ഉപകാരപ്പെടും അവർക്ക്. അതല്ല നമുക്കായാലും ഇങ്ങനെ കുറച്ച് കോണിക് ഷേപ്പിലുള്ള ഡ്രസ്സസ് ഒക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ്, അതായത് ഇതിന്റെ രണ്ട് സ്ട്രാപ്പും ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യുന്ന രീതിയിൽ ഇടയിലേക്ക് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം നല്ലതാണ് കേട്ടോ. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം പർച്ചേസ് ചെയ്തപ്പോൾ ഞാൻ നിങ്ങളെയൊക്കെ കാണിക്കണം എന്ന് വിചാരിച്ചതാണ്. അപ്പൊ ഇതിന്റെ കൂടുതലാകുമ്പോൾ വേറൊരു വീഡിയോ ചെയ്യണ്ടല്ലോ, അങ്ങനെ അങ്ങ് പോവല്ലോ എന്ന് വിചാരിച്ചു. അപ്പൊ എന്തായാലും എന്റെ ഈ ഒരു ചെറിയ വീഡിയോയുടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ എന്തായാലും താങ്ക് യു. നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണാം.